ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ 5 മണിക്കൂറിലേറെയായി കൊച്ചിയിലെ ED ഓഫീസിൽ ആണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരർ രാജീവരുടെ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി ഈ മാസം 9 വാദം കേൾക്കാനായി മാറ്റി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തന്ത്രി കണ്ഠരർ രാജീവരെ ഡിസ്ചാർജ് ചെയ്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, 5 മണിക്കൂറൊക്കെ പിന്നിട്ടിരിക്കുകയാണ് മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യൽ. അതിന് ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, ED കേസിലെ ഡയറക്റ്റ് കസ്റ്റഡിയൽ ഇൻട്രോഗേഷനിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആദ്യമായി കസ്റ്റഡിയിൽ വിളിച്ച് ചോദ്യം ചെയ്യുന്നത് മുരാരി ബാബുവിനെയാണ്. കാരണം ഈ കേസിൽ നിലവിൽ 2ാം പ്രതിയാണ് മുരാരി ബാബു. മുരാരി ബാബുവിന് 90 ദിവസം ജയിലിൽ കിടന്നതിന് പിന്നാലെ സ്വാഭാവിക ജാമ്യം ലഭിക്കുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിലാണ് ഏറ്റവും ആദ്യം പ്രതിപ്പട്ടികയിൽ മുൻനിരയിലുള്ള മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാം എന്ന നീക്കത്തിലേക്ക് ED എത്തുകയും ഇന്ന് രാവിലെ 10 മണിയോടുകൂടി മുരാരി ബാബു ED കൊച്ചി ഓഫീസിൽ എത്തി. ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഏകദേശം 6 മണിക്കൂറിലേക്ക് എത്തുകയാണ്. ED ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണം അത് കള്ളപ്പണം വെളുപ്പിക്കലും അതോടൊപ്പം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുമാണ്. മുരാരി ബാബു നേരത്തെ SITക്കും അതോടൊപ്പം തന്നെ അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് തനിക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തതയില്ല, അല്ലെങ്കിൽ അറിയില്ല, താൻ അതിന്റെ ഭാഗമല്ല, മറിച്ച് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യുക മാത്രമാണ് താൻ ചെയ്തത്. ഒരു ജീവനക്കാരൻ എന്ന രീതിയിൽ, ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ അത്തരം കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത് എന്നുള്ളതായിരുന്നു മുരാരി ബാബു മാധ്യമങ്ങളോടും അതോടൊപ്പം തന്നെ മറ്റ് ജാമ്യ ഹർജിയിൽ അടക്കം പറഞ്ഞത്. പക്ഷേ SIT ആകട്ടെ മുരാരി ബാബുവിന് ഈ ക്രൈമിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് ആവർത്തിച്ച് ഹൈക്കോടതിയിൽ ഒക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും മുരാരി ബാബുവിൽ നിന്ന് ED ചോദിച്ചറിയാൻ പോകുന്ന കാര്യങ്ങൾ അത് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ആരെല്ലാം പറഞ്ഞിട്ടാണ് ഇക്കാര്യങ്ങളിലൊക്കെ ചെയ്തത് അല്ലെങ്കിൽ അതിൽ ഒപ്പുവെച്ചത്, എന്തെല്ലാം നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ 2 കാര്യങ്ങളിലായിരിക്കും പ്രധാനമായും ED ഊന്നൽ നൽകി മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഏകദേശം രാത്രി വരെ ചോദ്യം ചെയ്യൽ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അറസ്റ്റടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതൊരു പക്ഷേ ഒരു തവണ കൂടി നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയിലേക്ക് കേസുമായി ബന്ധപ്പെട്ട ED കടന്നിരിക്കുന്നു. 12 പേരെയും, അതായത് പ്രതിപ്പട്ടികയിലുള്ള 12 പേരെയും ED ഇനി വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. ജാമ്യം കിട്ടുന്ന മുറക്കനുസരിച്ച് പ്രതികൾ ED ഓഫീസിലേക്ക് എത്തുകയും ചെയ്യും. ഒപ്പം ഈ പ്രതിപ്പട്ടികയിലുള്ള ആളുകൾ മാത്രമല്ല, അതിന് പുറത്ത് നിൽക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പേരുകളാണ് കടകംപള്ളി സുരേന്ദ്രൻ, അടൂർ പ്രകാശ്, അതോടൊപ്പം തന്നെ PS പ്രശാന്ത് തുടങ്ങിയ പേരുകൾ. ആ പേരുകളും അതോടൊപ്പം അവർക്കും നോട്ടീസ് നൽകി ഒരുപക്ഷെ അവരെയും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. അതിന്റെ ഒരു പ്രാഥമിക നടപടി എന്ന രീതിയിലാണ് ഇപ്പോൾ മുരാരി ബാബുവിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ആദ്യഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായി. അനുജ, അതാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ മുൻ ദേവസ്വം മന്ത്രിയുടെ പേരൊക്കെ പറയുമ്പോൾ പോലും അതിലേക്കൊക്കെ എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും തന്ത്രി കണ്ഠരർ രാജീവരുടെ കാര്യത്തിൽ അതിൽ എന്താണ് EDയുടെ നിലപാടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊട്ടിട്ടില്ലല്ലോ. അനുജ, അതൊരു വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. 21 ഇടങ്ങളിലാണ് ED ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയത്. പക്ഷേ അതിൽ തന്ത്രിയുടെ വീട് ഒഴിവാക്കിയിരുന്നതെന്ന് രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. എന്തുകൊണ്ട് തന്ത്രിയുടെ വീട് ഒഴിവാക്കി? അത് ചില രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ED അത്തരത്തിൽ പെരുമാറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ EDക്ക് തന്ത്രിയെ ചോദ്യം ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയെന്ന് SIT പറയുന്ന ആളാണ് തന്ത്രി. സ്വാഭാവികമായും SIT പറയുന്ന മറ്റു പ്രതികളെ ചോദ്യം ചെയ്യുമ്പോൾ തന്ത്രിയെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് തന്ത്രിയെ ഉറപ്പായും ED ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തന്ത്രിയുടെ ജാമ്യാപേക്ഷ നിലവിൽ കൊല്ലം വിജിലൻസ് കോടതി അതിന്മേൽ വാദം കേൾക്കാൻ പോവുകയാണ്. തന്ത്രിക്ക് ജാമ്യം ലഭിച്ചാൽ പോലും EDക്ക് മുമ്പാകെ ഹാജരായി എന്താണ് ഇതിൽ തനിക്ക് പറയാനുള്ളത് എന്ന ഭാഗം പറയേണ്ടി വരും. അത് അറസ്റ്റടക്കമുള്ള നടപടിയിലേക്കൊക്കെ പോകുമോ എന്നുള്ളത് അത് പിന്നെ നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. കാരണം നിലവിൽ റെയ്ഡിൽ നിന്നൊക്കെ തന്ത്രി ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി അറസ്റ്റടക്കമുള്ള നടപടിയിലേക്ക് പോകുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. പക്ഷേ ഉറപ്പായും EDക്ക് മുമ്പാകെ തന്ത്രി എത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അനുജ, നിലവിൽ EDയുടെ ചോദ്യമുനയിലുള്ളത് 2ാം പ്രതി മുരാരി ബാബുവാണ്. രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. രാത്രി വരെ നീളാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിഷ്ണു സുരേഷ് നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.